പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി അടുത്ത 24 മുതൽ 36 മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസ്. അതിനിടെ ഡൽഹിയിൽ മാരത്തോൺ ഉന്നതതല യോഗങ്ങൾ. ഭീകരരെ പിടികൂടാൻ സൈനിക നീക്കം ഊർജിതമാക്കി ഇന്ത്യൻ സൈന്യം. ഇന്ത്യ പാക് സംഘർഷഭീതിയിൽ തിളക്കം മങ്ങി വിപണി. ചാഞ്ചാട്ടത്തിനൊടുവിൽ നേരിയ നഷ്ടത്തിലാണ് ഇരു സൂചികകളും വ്യാപാരം അവസാനിപ്പിച്ചത്. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് കമ്പനികളുടെ ഓഹരികൾക്ക് കനത്ത ഇടിവ് നേരിട്ടതും അതിർത്തി പ്രശ്നങ്ങളുമാണ് വിപണിയെ നഷ്ടത്തിലാക്കിയതെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്ര ദിവസത്തോടനുബന്ധിച്ച് മെയ് 1 വിപണിക്ക് അവധിയാണ്. ഊബർ ഓല മാതൃകയിൽ കേരള സർക്കാരും ബംഗളൂരുവിലെ നമ്മയാത്രയും ചേർന്നൊരുക്കുന്ന കേരള സവാരി മെയ് 1 മുതൽ. തുടക്കത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് സേവനം. 2022 സമാന പേരിൽ ആരംഭിച്ച ആപ്പ് സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് നിർത്തിയിരുന്നു. സംസ്ഥാനത്തെ ജുവലറികളിൽ അക്ഷയ തൃതീയ കച്ചവടം പൊടിപൊടിച്ചു. ഇന്ന് വില വർദ്ധിക്കാതിരുന്നതോടെ കൂടുതൽ ഉപയോക്താക്കൾ സ്വർണം വാങ്ങാനെത്തിയെന്നാണ് കരുതുന്നത്. 1000 കോടി രൂപയുടെ കച്ചവടമെങ്കിലും നടന്നെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ. മെയ് 1 മുതൽ സ്ലീപ്പർ AC ക്ലാസുകളിൽ കൺഫേം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് റെയിൽവേ. ശരിയായ ടിക്കറ്റ് ഇല്ലാതെ ഉയർന്ന ക്ലാസുകളിൽ പോലും ആളുകൾ യാത്ര ചെയ്യുന്നെന്ന പരാതിയെ തുടർന്നാണ് നടപടി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും റെയിൽവേ തീരുമാനം. കൂടുതൽ ബിസിനസ് വാർത്തകൾക്ക് ധനം online.com.